ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഒരു പള്ളിപ്പെരുന്നാളിന് പോവുകയാണ്. അപ്പോൾ ഞാനുണ്ട്, ഇപ്പോൾ ഉണ്ട്, പിന്നെ എൻ്റെ ഒരു കസിൻ ഉണ്ട്, എൻ്റെ കൊച്ചയുടെ മോളുണ്ട്, അവൾ ബാക്കിലിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വൈകുന്നേരം ഇറങ്ങാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്നൊരു മഴക്കോളൊക്കെ വന്ന് ഭയങ്കരമായിട്ട് ഇരുണ്ട് മൂടി എത്തിയത്. അപ്പോൾ നമ്മൾ പള്ളിമുക്ക് എത്തിയപ്പോഴത്തേക്കും ഭയങ്കര ബ്ലോക്കും മഴയും. മഴ പെയ്യുന്നില്ല, ചെറുതായിട്ട് പൊടിക്കുന്നുള്ളൂ, പക്ഷെ ഭയങ്കര ബ്ലോക്കായിരുന്നു. അതെല്ലാം കൂടി മൂടിക്കെട്ടി കിടക്കുകയാണ്. ആൾ ഭയങ്കര ദേഷ്യത്തിലാണ്. മീൻസ് അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ഇടയിൽ കൂടെ ആൾക്കാരൊക്കെ പോകുന്നുണ്ട്, ഓവർടേക്ക് ചെയ്തൊക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ ദേഷ്യത്തിലിരിക്കുകയാണ് ആൾ. അങ്ങനെ നമ്മൾ അവിടുന്ന് പുറപ്പെട്ട് നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് ഒരു 6 മണി കഴിഞ്ഞു. ഇപ്പോഴും നമ്മൾ പള്ളിമുക്ക് ബ്ലോക്കിൽ തന്നെ കിടക്കുകയാണ്. അതിന് മുമ്പ് എനിക്ക് ചെറിയ ഒരു നൊസ്റ്റ് പറയാനുണ്ട്. ഞാൻ ഇന്ന് പോകാൻ പോണത് ഒരു 10-12 അല്ലെങ്കിൽ ഒരു 14 വർഷം ബാക്കിലേക്കാണ്. ഈ പള്ളി ഞങ്ങൾക്ക്, അതായത് എനിക്കും എൻ്റെ അനിയത്തിക്കും വളരെ ഇമോഷണലി കുറച്ച് അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു പള്ളിയാണ്. ബിക്കോസ് എൻ്റെ ഫാദറിൻ്റെ വാപ്പ, ഞങ്ങൾ വാപ്പ എന്നാണ് വിളിക്കുക, പാപ്പാക്ക് ഇരുമ്പിൻ്റെ കച്ചവടമാണ്. അതായത് ഇരുമ്പിൻ്റെ സാധനങ്ങളുണ്ടല്ലോ, മൺവെട്ടി, വെട്ടുകത്തി, പിച്ചാത്തി, ഇരുമ്പ് ചീനിച്ചട്ടി, അങ്ങനെ പല പല സാധനങ്ങൾ, അതിൻ്റെ ഒക്കെ സെയിലായിരുന്നു ആൾക്ക്. അപ്പം നമ്മൾ വളർന്നത് ആളുടെ ഇതിലാണ്. ആളുടെ ഒരു വരുമാനമായിരുന്നു ഫസ്റ്റ്. നമ്മുടെ പാപ്പാന്മാരൊക്കെ ജോലിക്ക് പോകുമെങ്കിലും പുള്ളി വരുമ്പോൾ നമ്മൾ കൊച്ചുമക്കൾക്കെല്ലാം ഈ കച്ചവടം കഴിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് എന്തെങ്കിലും ആ ഒരു കെട്ടിൽ കാണും. ഒരു കെട്ടൊക്കെ കെട്ടി പിച്ചാത്തിയൊക്കെ അതിൽ വെച്ച് കെട്ടിയിട്ടാണ് ഈ കച്ചവടത്തിന് പോവുക. നമ്മൾ ഓരോ ഇപ്പോൾ സ്റ്റോൾ എന്നൊക്കെയാണ് പറയുക. അന്ന് അതുപോലെ സ്റ്റോൾസ് ഇടുമായിരുന്നു അമ്പലത്തിലും പള്ളിയിലും. ഇതുപോലത്തെ ഓരോരോ ഉത്സവപ്പറമ്പിലും ഒക്കെ ഇതുപോലെ സ്റ്റോൾസ് ഇട്ടിട്ട് അവിടെ കച്ചവടം ചെയ്യുമായിരുന്നു. അതിൽ ഒരു പള്ളിയാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്, സെൻറ്റ് കാസ്മീസ് പള്ളി. അത് കടവൂർ പള്ളി എന്നാണ് പറയുക, കൊല്ലത്ത് കടവൂർ പള്ളി. അവിടേക്കാണ് നമ്മളിന്ന് പോകുന്നത്. വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ എന്തോ എൻ്റെ 10th ആയിരുന്നു തോന്നുന്നു ലാസ്റ്റ് കച്ചവടം ചെയ്തത്. പിന്നെ അതിനുശേഷം പാപ്പാക്ക് വയ്യാതെയായി. അതിനുശേഷം പിന്നെ സെയിലൊന്നും ചെയ്തിട്ടില്ല. അല്ലാതെ ഈ സ്റ്റോൾ ഇടുകയോ അവിടെ പോയി നിൽക്കുകയൊന്നും ചെയ്തിട്ടില്ല. പുള്ളിക്ക് ഷുഗർ കുറച്ച് ഹൈ ആയിരുന്നു, അപ്പോൾ ഓർമ്മക്കുറവുണ്ട്, അങ്ങനെ പല പല വാർദ്ധക്യം അടുപ്പിച്ച് കുറേ ബുദ്ധിമുട്ടുകൾ കാരണം പിന്നെ അത് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഞാൻ അവിടെ പോകുമ്പോൾ ഒരുപാട്, സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ ചെന്നിറങ്ങിയപ്പോൾ തന്നെ ഒരുപാട് മിസ് ചെയ്തു വാപ്പായും അത്തമ്മായും. ഞങ്ങൾ വാപ്പ അത്തമ്മ എന്ന് വിളിക്കുന്നത് എൻ്റെ അമ്മുമ്മയാണ്. കഥ പറയുന്നതിന് ഇടയ്ക്ക് നമ്മൾ പോകുന്ന വഴിയെല്ലാം ബ്ലോക്കായിരുന്നു കേട്ടോ. നമ്മൾ കറങ്ങി വന്ന കടപ്പാക്കട നമ്മൾ ബൈപ്പാസ് കയറാതെ നമ്മൾ കുറച്ച് അകത്തൂടാണ് വന്നത്. പക്ഷേ എന്നിട്ടും കടപ്പാക്കട കയറിയപ്പോൾ നല്ല ബ്ലോക്കായിരുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ മുറികൂടാത്ത പാലത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത്, എനിക്ക് ഒരുപാട് നൊസ്റ്റാൾജിയ ഉള്ള ഒരു സ്ഥലമാണത്. ഞങ്ങൾ കുഞ്ഞിലെ ഒരു ദിവസം ഞങ്ങൾക്കുള്ള ദിവസമാണ് സ്റ്റോൾ ഇട്ടാൽ, ഞങ്ങൾ പിള്ളേർ സെറ്റിനുള്ള ഒരു ദിവസമാണ് അവിടെ. നമ്മളെല്ലാവരും വൈകുന്നേരം അവിടെ പോവും. ഞാൻ, എൻ്റെ കൊച്ചാളെ മോള്, അവർക്ക് അനിയനുണ്ട്, എൻ്റെ അനിയൻ, എൻ്റെ അപ്പച്ചൻ്റെ മോൻ, അങ്ങനെ ഞങ്ങൾ 5 പേര് സെറ്റാണ്. ബാക്കിയുള്ളവർ നമ്മൾക്കാർ മൂത്തവർ ആരും കൊണ്ട് വരാറില്ല. നമ്മൾ ഇളയവർ 5 പേരുണ്ട്. നമ്മൾ കസിൻസ് ഒരു ഗ്രൂപ്പായിരുന്നു. നമ്മൾ 5 പേരും വരും. ഞങ്ങളുടെ പാരൻസ് വരും. ഞങ്ങളുടെ ഉമ്മമാരുണ്ട് കേട്ടോ കൂടുതലും ഞങ്ങളെ കൊണ്ട് നടക്കുന്നത്. പപ്പമാരൊന്നും മെനക്കെടാറില്ലല്ലോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ആ പള്ളിപ്പറമ്പിൽ ഫുള്ള് ഇങ്ങനെ കറങ്ങി നടക്കും. കളിപ്പാട്ടങ്ങൾ വാങ്ങും, കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങും, കപ്പലണ്ടി കടലേക്ക് കുറിച്ച്. അപ്പോഴാണ് ഗൈസ്, നീ നോക്ക്, നമ്മുടെ നാട്ടിൽ ക്ഷാമമുള്ളൊരു സാധനം കണ്ടത് ഞാൻ. അപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്ത് വെച്ചത്. എങ്ങോട്ടാണാവോ? ഇതാണ് നമ്മൾ തേവള്ളി പാലത്തിലോട്ടാണ് ഇപ്പോൾ എൻ്റർ ചെയ്യുന്നത്. തേവള്ളി പാലം തൊട്ട് പള്ളിയുടെ പരിസരം ഫുള്ള് ലൈറ്റിംഗ് ആയിരുന്നു കേട്ടോ. ഫുള്ള് ലൈറ്റ്സ് ആയിരുന്നു. ചിലതിൽ മാതാവിൻ്റെ ഒക്കെ രൂപമൊക്കെ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. കുറച്ചും കൂടി ഇരുട്ടുമ്പോഴാണ് കേട്ടോ കാണാൻ ഭംഗി. അപ്പോൾ നമ്മൾ ചെന്ന സന്ധ്യ സമയത്തായിരുന്നു, ഇരുട്ടി വരുന്നതേ ഉള്ളൂ. പിന്നെ മഴക്കോൾ ഓൾറെഡി ഉണ്ടല്ലോ, പക്ഷെ നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് ആ പള്ളി. അവിടെ ആ ഒരു പള്ളിയുടെ അടുത്തെത്തിയപ്പോൾ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് അവരെല്ലാം മിസ് ചെയ്തു. ഇപ്പോൾ 2 പേരും നമ്മുടെ കൂടെ ഇല്ല. പാപ്പായും അത്തമ്മായും മരണപ്പെട്ടിട്ട് 9 വർഷം 10 വർഷമൊക്കെ ആയി. അപ്പോൾ അവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഇതാണ് കേട്ടോ കൊച്ചയുടെ മോള്. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ അവിടെ എത്തി ഗൈസ്. കുറേ വർഷമായിട്ട് എല്ലാ വർഷവും വിചാരിച്ച് പോകണം പക്ഷെ നടക്കാറില്ല. ഇതിപ്പോൾ ഇവളാണെന്നെ കുത്തിക്കൊണ്ട് വന്നത്. ഇവിടെ വന്നിട്ട് ജസ്റ്റ് പെട്ടെന്ന് തലേന്ന് ചോദിച്ചു നമുക്ക് നാളെ അവിടെ പോയാലോ ചോദിച്ചപ്പോൾ എനിക്ക് കുറേ വർഷമായിട്ട് പോകണം എന്ന് വിചാരിക്കുന്നു, നടക്കുന്നില്ല. അപ്പോൾ അവസാനം ഈ വർഷം ഞങ്ങൾ അവിടെ എത്തി. ഞങ്ങൾ പറയാണ് എത്ര കാലം നമ്മളിവിടെ വന്നിട്ട് എന്നുള്ളത്. അവർക്കും ഭയങ്കര ഒരു ഫീലായിരുന്നു. നമ്മള് വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ വരുന്നത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് എൻട്രായി. നമ്മൾ ആദ്യമായിട്ടാണ് ആ പാർക്കിങ്ങിലെ സ്ഥലം ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. നമ്മൾ മുൻപ് അവിടെ ഒന്നും ഇല്ല. ഇപ്പോൾ കുറേ സ്ഥലങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഭയങ്കര വലുതാക്കി ലൈറ്റ് സെറ്റിങ്സ് ഒക്കെ അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യമേ പള്ളിപ്പരിസരം ഒന്ന് കറങ്ങി.
നമ്മൾ പള്ളിയുടെ അകത്തോട്ടൊന്നും കയറിയില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഒരുപാട് വട്ടം വന്നിട്ടുണ്ടെങ്കിലും പള്ളിക്കകത്ത് ഇതുവരെ കയറിയിട്ടില്ല. അപ്പോൾ അവിടെ പ്രാർത്ഥനയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. നമ്മളവിടെ ചെന്നപ്പോൾ എന്താ നേർച്ചയുടെ ഭാഗമായിട്ട് പായസമൊക്കെ വിതരണം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ നടന്നു പോയപ്പം ചേട്ടന്മാരോട് വന്നിട്ട് വിളിച്ചു, വാ കഴിച്ചിട്ട് പോകാം എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ഗ്ലാസ് എടുത്തിട്ട് അത് ഷെയർ ചെയ്യാം എന്ന് പറഞ്ഞു. നീ ഷെയർ ഒന്നും ചെയ്യണ്ട, ഇവിടെ ഇഷ്ടംപോലെ സാധനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നമുക്ക് എല്ലാവർക്കും തന്നു. അത് കഴിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അവിടെ ഇത് പുണ്യാളനാണ് അവിടെ ഉള്ളത്. പുണ്യാളൻ്റെ രൂപമാണ് അവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അവിടെ എല്ലാവരും നേർച്ച ചെയ്യുന്നുണ്ട്. നേർച്ചയുടെ ഭാഗമായിട്ട് അവർക്ക് മറ്റേ അരി പൊടിച്ചിട്ട് ശർക്കരയായിട്ട് അങ്ങനെ ഒരു നേർച്ച പങ്കുണ്ട്. അത് നേർച്ച പങ്ക് എന്ന് പറഞ്ഞാൽ ഈ സാധനത്തിനാണ് കേട്ടോ പറയുന്നത്. നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താ പറയുന്നത് എനിക്കറിയില്ല. നേർച്ച പങ്ക് എന്നാണ് നമ്മളിവിടെ പറയാം. അപ്പോൾ അതൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ വാങ്ങിയിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങി. അപ്പം നല്ല ഭംഗിയായിരുന്നു. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ആകാശം ശ്രദ്ധിച്ചത്. എന്തൊരു രസമായിരുന്നെന്ന് അറിയാമോ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഒരു പർപ്പിള്, ഒരു ചെറിയൊരു ഓറഞ്ച് ഷെയ്ഡ്, നല്ല ഭംഗിയായിരുന്നു. ആ പള്ളി ഫുള്ള് ആ പള്ളിയുടെ ബാക്കായിട്ട് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. അതിനകത്ത് കണ്ട് ഞങ്ങളിങ്ങനെ നടന്നപ്പോഴാണ് അവിടെ നമുക്ക് കുറച്ച് വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ നമുക്ക് എന്തായാലും ഒരു ത്വര കാണുള്ളൂ. കല്യാണം കഴിഞ്ഞതിന് ശേഷം എനിക്ക് കുറച്ച് കൂടിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ മസാലയുടെ ഒരു കട കണ്ടു. ഞങ്ങൾ അവിടെ കയറി അത് വാങ്ങി. പിന്നെ അതിനുശേഷം അവിടെ പള്ളിയുടെ തന്നെ ഒരു സ്കൂളുണ്ട്. സ്കൂൾ ഗ്രൗണ്ടിലാണ് ബാക്കി കടകളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. വഴിയോര കടകളിലെ കാട്ടി ആ സ്കൂൾ ഗ്രൗണ്ടിലാണ് കൂടുതൽ സ്റ്റോൾസും ഉള്ളത്. അങ്ങനെ നമ്മൾ ഈ ചട്ടിയും കലമൊക്കെ കാണുമ്പോൾ ഭയങ്കര ഓർമ്മകളാണ്. കാരണം ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾ പെൺകുട്ടികൾ ഞങ്ങൾ രണ്ടുപേരും വരുന്നത് ഈ ചട്ടിയും കലവും വാങ്ങിക്കാനാണ്. കുഞ്ഞി ചട്ടിയും കലവും ഉണ്ട്. ഇപ്പോഴത്തെ മിനിയേച്ചർ കുക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അന്ന് അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഞങ്ങളൊക്കെ 10ലേക്ക് പഠിക്കുന്നത് 2010 ആ സമയത്ത് എന്നൊക്കെ പറഞ്ഞാലും. അപ്പോൾ ആ സാധനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങൾ രണ്ടുപേരും വരുന്നത്. ഞങ്ങൾ രണ്ടുപേരെ സംബന്ധിച്ച് ഞങ്ങൾ ഈ ചട്ടിയും കലയും വാങ്ങിക്കുക എന്ന് പറയുന്നത് എന്താണ് നമുക്ക് ഭയങ്കര വിജയമാണ്. ഞങ്ങൾക്കതില്ല, ഞങ്ങളത് പോലും. നമ്മുടെ വാപ്പാക്ക് അവിടെ സ്റ്റോളുള്ളത് കൊണ്ട് തൊട്ടപ്പുറത്ത് ചട്ടിയും കലയും വിൽക്കുന്ന ചേട്ടന്മാരായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ അവർക്കൂടെ നമ്മുടെ വീട്ടിൽ നിന്നായിരിക്കും ഫുഡ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഫ്രീ ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ഇഷ്ടമുള്ളതെല്ലാം എടുക്കാം. അങ്ങനെ അത് ചട്ടിയൊക്കെ വാങ്ങിച്ചു. പിന്നെ നടന്ന് കുറേ കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കുള്ള ചെറിയ ക്ലിപ്സൊക്കെ ഞാൻ മറന്നു പോകും കേട്ടോ. എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എൻ്റെ അനിയത്തിയുടെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മറന്നു പോകും, നീ എന്നെ ഓർമ്മിപ്പിക്കണം. അവളും മറന്നു. അങ്ങനെ കുറച്ച് കമ്മൽസൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം വീട്ടിൽ വെക്കാൻ വേണ്ടി കുറച്ച് പ്ലാന്റ്സ് നോക്കാൻ വേണ്ടിയിട്ട് പോയി. റൂമിൽ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലക്കി ബാമ്പ് നോക്കിയിട്ടാണ് പോയത്. പക്ഷെ അത് അവിടെ ഇല്ലായിരുന്നു. അങ്ങനെ അത് ജസ്റ്റ് എല്ലാം ഒന്ന് കണ്ടിട്ട് ഇനി പോരുന്നു. നമ്മൾ തിരക്കിപ്പോയ സാധനം കിട്ടിയില്ല. പിന്നെ എൻ്റെ അമ്മ ഒരു ചെടിപ്രാന്തിയാണ്. അതുകൊണ്ട് ഇവിടെ ഉള്ള അത്യാവശ്യം സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്. എല്ലാം കൂടി ഇല്ല, എന്നാലും കുറേ റെയർ കാര്യങ്ങളും. എൻ്റെ അമ്മ ഭയങ്കര അഡിക്റ്റാണ് ചെടിക്ക്. ഇപ്പോൾ കാലൊക്കെ വയ്യാത്തതുകൊണ്ട് കുറച്ച് റെസ്റ്റിലാണ്. എന്നാലും ചെടിയുടെ കാര്യത്തിൽ നോ കോംപ്രമൈസ്. അതുപോലെ തന്നെ വെജിറ്റബിൾസും ഉണ്ട്. കത്രിക്ക, മുളക്, തക്കാളി, അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു സാധനങ്ങളൊക്കെ. അപ്പോൾ ആൾക്ക് കാലൊക്കെ ഒന്ന് റെഡിയായിട്ട് വേണം ഇങ്ങോട്ട് കളത്തിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ അപ്പോൾ എൻ്റെ അമ്മ ഇപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടുന്ന് എന്തെങ്കിലും വാങ്ങിക്കാതെ നമ്മൾ പുറത്തോട്ട് പോകത്തില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ നമ്മൾ നോക്കാൻ പോയ സാധനം കിട്ടാത്തത് കൊണ്ട് നമ്മൾ ജസ്റ്റ് അവിടെ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് നമ്മളിങ്ങനെ ഇറങ്ങി. നമ്മൾ ഈ പെണ്ണുങ്ങൾക്കൊന്നും വാങ്ങിച്ചില്ലെങ്കിൽ അവിടേക്ക് ഇങ്ങനെ കറങ്ങി നടക്കുക എന്ന് പറയുന്നത് ഒരു വീക്ക്നെസ് ആണല്ലോ. അതുകൊണ്ട് നമ്മൾ കിട്ടിയ സമയം അത്യാവശ്യം എല്ലാം ഇങ്ങനെ നോക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയാണ് കേട്ടോ അവർ സെറ്റ് ചെയ്തിരിക്കുക കാണാൻ. നമ്മൾ സാധാരണ ഈ ഫ്ലവർ ഷോയ്ക്കൊക്കെ കാണുമ്പോൾ അതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ്. കുറേ പേരൊക്കെ വാങ്ങുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പണ്ടത്തെക്കാട്ടി കുറച്ചും കൂടെ ഇപ്പം എല്ലാവർക്കും ക്രേസ് കൂടിയിട്ടുണ്ട് ചെടികൾ എന്നൊക്കെ പറഞ്ഞാൽ. പണ്ടെന്ന് പറഞ്ഞാൽ വെജിറ്റബിൾസ് കൃഷി ചെയ്യുന്ന ഇപ്പം വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് തപ്പി നടന്ന് വീട്ടിൽ കൊണ്ടുവരാമെന്നുള്ളതാണ്. എൻ്റെ അമ്മയും ആ ഒരു തരത്തിൽപ്പെട്ട ആളാണ്. അപ്പോൾ എനിക്ക് മനസ്സിലാവും. കാരണം അവിടെ കുറേ ചേച്ചിമാർ നിന്നിട്ട് ഓരോന്നും സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് ഏത് വെറൈറ്റി ആണെന്നുള്ളത് ചോദിച്ച് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളവിടെ ഇറങ്ങുന്ന ടൈമിലാണ് ചേട്ടൻ ചോദിച്ചു ഒന്നും എടുക്കുന്നില്ല. അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ നോക്കിയ സാധനം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇറങ്ങി. ഇതിനിടയ്ക്ക് കപ്പയടിയും ഒക്കെ കണക്കിന് നടക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ നമ്മളിങ്ങനെ നെക്സ്റ്റ് പറഞ്ഞാണ് നടക്കുന്നത് തന്നെ. കാരണം ഞങ്ങൾക്ക് ഞങ്ങൾ ആ പഴയ ആ സമയത്തോട്ട് പോയതാണ്. കുറച്ച് നേരമാണ് അവിടെ സ്പെൻഡ് ചെയ്തെങ്കിലും ഒരുപാട് ഓർമ്മകൾ ഉറങ്ങുന്ന സ്ഥലമാണ്. അങ്ങനെ നമ്മൾ എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിക്കാമെന്ന് വെച്ചു. അപ്പം നമ്മൾ കോളിഫ്ലവർ ഫ്രൈ അത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു കടയിൽ കയറി അത് വാങ്ങിച്ചു. അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അവിടെ കോളിഫ്ലവർ മാത്രമല്ല മറ്റേ ബജ്ജി, മറ്റേ പോപ്കോൺ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കുടിക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു ഷേക്ക് കട അവിടെ കണ്ടു. അങ്ങനെ ഒരു അവക്കാഡോ ഷേക്കും ഒരു ചിക്കു ഷേക്കും വാങ്ങി നമ്മൾ ടേസ്റ്റ് ചെയ്ത് കൊള്ളായിരുന്നു. നമ്മളതല്ലാതെ വേറെ കഴിക്കാനൊന്നും വേറെ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ കുറച്ച് നേരം അവിടെ ഉണ്ടായിരുന്നു. ഒരു 6 മണി കഴിഞ്ഞു നമ്മളവിടെ എത്തിയപ്പോൾ. നമ്മളൊരു 8 മണിക്ക് മുൻപേ നമ്മളവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്തു. കാരണം എനിക്ക് തോന്നുന്നു പണ്ടത്തെക്കാട്ടി സ്റ്റോൾസ് അവിടെ കുറവാണെന്ന് തോന്നുന്നു. നമ്മുടെ ഇഷ്ടം പോലെ കടകളുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം എനിക്ക് തോന്നുന്നു അങ്ങനെ ആരും വരുന്നില്ല എന്ന് തോന്നുന്നു. പണ്ടത്തെ അത്ര ഒരു റഷും ഫീൽ ചെയ്യുന്നില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ചെന്ന സമയം എന്ന് പറയുന്നത് പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള ഡേയ്സാണ്. നമ്മൾ പോയ സമയത്ത് പെരുന്നാൾ കഴിഞ്ഞിട്ട് പിന്നെ ഒരു മാസത്തോളം അവിടെ ആൾക്കാർ കാണുമല്ലോ. ആ ടൈമിലാണ് നമ്മൾ പോയത്.
ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും എനിക്കങ്ങനെ ഫീൽ ചെയ്തത് കടകൾ കുറവാണെന്നുള്ളത്. അങ്ങനെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് പാർക്കിങ്ങിലോട്ട് വന്നു. അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷം പഴയ കാര്യങ്ങളൊന്നും ഓർത്തെടുക്കാൻ, പഴയ കാര്യങ്ങളൊന്നും മറന്നിട്ടില്ല, പക്ഷെ ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ വരാൻ പറ്റിയതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. ആൻഡ് താങ്ക് ടു ഷെഹിന. അവളാണ് എന്നെ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നത്. മേ ബി ഞാൻ ഈ വർഷം പോകണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ ഡേറ്റിൻ്റെ കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ എവിടെയും റീൽസോ അങ്ങനെ ഒന്നും കണ്ടതുമില്ല. ഒന്ന് പോകണം എന്ന് എല്ലാ വർഷവും വിചാരിക്കും, പക്ഷേ ഈ വർഷമാണ്, വർഷങ്ങൾക്ക് ശേഷം എനിക്ക് പറ്റിയത് ഈ വർഷമാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പോഴും അവരുണ്ടായിരുന്നെങ്കിൽ മേ ബി കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചും കൂടിയൊക്കെ ഈസി ആയിരുന്നേനേന്ന് തോന്നുന്നു. ഐ എം റിയലി മിസ്സിങ് ദം എ ലോട്ട്. എന്തായാലും ഇന്നത്തെ ഡേ നല്ല കുറേ ഓർമ്മകളുമായിട്ട് കടന്നുപോയി. ഇഫ് യു ഹാവ് ഗ്രാൻഡ് പാരൻസ്, ഞാൻ പറഞ്ഞത് കുറച്ചും കൂടി റിലേറ്റബിൾ ആയിരിക്കും. ഗ്രാൻഡ് പാരൻസ് ഉള്ളത് എന്നൊരു ബ്ലെസ്സിങ്സ് തന്നെയാണ്. ഇപ്പം എൻ്റെ ഫാദറിൻ്റെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിലും മദറിൻ്റെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിലും രണ്ടുപേരുടെയും പാരൻസ് ജീവിച്ചിരിപ്പില്ല. അവരുള്ള സമയം ഈസ് എ ബ്ലെസ്സിങ്. ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, എന്നും ഓർക്കാറുണ്ട്. അതൊക്കെ ഒരു കാലമാണ്. എന്താ പറയുക, ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് എത്രത്തോളം മനസ്സിലാവും എന്നുള്ളത് അറിയില്ല. ഈ അറ്റാച്ച്മെൻറ്റ്സ് ഒക്കെ കുറഞ്ഞു വരുന്ന സമയമാണല്ലോ. ഐ മീൻ 90s കിഡ്. അപ്പോൾ 90s കിഡ്സിന് കുറച്ചും കൂടി റിലേറ്റ് ആവും എന്ന് തോന്നുന്നു. എന്നുവെച്ചാൽ 2K കിഡ്സിനോ അല്ലെങ്കിൽ ന്യൂജൻ കുട്ടികൾക്കോ അങ്ങനെയല്ല എന്നല്ല, എന്നാലും കുറച്ചും കൂടി റിലേറ്റബിൾ ആവുന്നത്, ഞാൻ പറയുന്നത് റിലേറ്റബിൾ ആവുന്നത് 90s 80s കിഡ്സിനായിരിക്കും. എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്നെ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, പ്ലീസ് സപ്പോർട്ട് മീ. എനിക്കറിയാം ഞാൻ വീഡിയോസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇടുന്നില്ല, ഞാൻ ശ്രമിക്കാം. എനിക്ക് ഇടണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, ചിലപ്പോൾ ഒന്ന് മടിയാവും. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ, പിന്നെ കാണാം. ബൈ.